ഇതൊരു ഡ്രമ്മിലാണ് കായ്ച്ചിരിക്കുന്നത്. ഒരു ചെറിയ സാധാരണ ഒരു മീഡിയം തൈയാണ് നമ്മളിത് വെച്ചത്. അപ്പോൾ ഇത് ഇപ്പോൾ കായ്ച്ചപ്പോൾ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മഹാചനക്കെന്ന് പറയും, ബനാന മാങ്കോ എന്ന് പറയും. ഇത് നമ്മൾ കഴിഞ്ഞ വർഷവും ഈ മാവ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. അതിൽ ഭയങ്കര നല്ല ഭാഗ്യം. ഒരു തൈ വെച്ചാൽ ഒരു നഷ്ടമില്ലാത്ത ഒരു ഇതാണ് ഇത്. ഇത് പഴുത്ത് നിൽക്കുക. മാങ്ങ പഴുത്തതാണേ. ഇത് സൂപ്പർ ക്യൂനാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ല നീണ്ടകര ദളവാപുരം ഫാം സ്റ്റോറിയിലാണ്. മാങ്ങകളുടെ അതിവിശാലമായ ഒരു ലോകം, മാങ്ങകളുടെ എല്ലാ വെറൈറ്റിയും കിട്ടുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് വിശാലമായ ഒരു ലോകമാണ് ഫാം സ്റ്റോറിയിലുള്ളത്. മാങ്ങകളുടെ പിടിച്ചു കിടക്കുന്ന മാങ്ങ വാങ്ങിക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാത്തരം മാങ്ങകൾ പിടിച്ചു കിടക്കുന്ന തൈകൾ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ചെറിയ തൈകളും ഒക്കെ തന്നെ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നേരെ വീഡിയോയിലേക്ക്. നമസ്കാരം, ഞാൻ ബ്ലേസി ജോർജ്. ഇതിപ്പം നമ്മൾ കൊല്ലം ഫാം സ്റ്റോറിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മാങ്കോ ഫാം വരുന്നത് പാലക്കാട്. അതുപോലെ തന്നെ നമ്മുടെ നേഴ്സറി അവിടെയും ഉണ്ട്. ഇവിടെ കൊല്ലത്ത് നീണ്ടകര ദളവാപുരം ബാങ്ക് ഓഫ് ബറോഡ ബിൽഡിങ്, അതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിൻ നേഴ്സറി. ഓൺലൈനൊക്കെ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മാങ്കോ പ്ലാന്റ്സ് തന്നെയാണ്. അതായത് നമ്മളാണ് ഇവിടെ മാങ്കോ ഫെസ്റ്റ് നടത്തുന്നത്. നമ്മളിപ്പോൾ 6ാമത്തെ വർഷമാണ്. ഈ വർഷം നമ്മുടെ വിഷുവിനോടുകൂടിയായിരിക്കും മാങ്കോ ഫെസ്റ്റിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. നമ്മൾ വിഷുവിനോടുകൂടിയായിരിക്കും ഈ വർഷത്തെ മാങ്കോ ഫെസ്റ്റ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ 6ാമത്തെ വർഷമാണ് മാങ്കോ ഫെസ്റ്റ്. കഴിഞ്ഞ വർഷം നമുക്ക് 100 വെറൈറ്റി നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അതിനകത്തുനിന്ന് ഒരു 60ഓളം വെറൈറ്റി നമ്മൾ മാങ്കോയും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വിൽപ്പനയ്ക്കായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ട്രഡീഷണലായിട്ടുള്ള മാങ്ങ തൊട്ട്, അതായത് ചക്കരക്കുട്ടി, ചന്ദ്രക്കാരൻ, കുളമ്പ്, അങ്ങനെ നമ്മുടെ മൂവാണ്ടം മുതൽ നമ്മുടെ നാടൻ മാങ്ങ മുതൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അങ്ങനത്തെ മാങ്ങ വരെ നമ്മൾ കഴിയുന്നതും എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. നമ്മളുടെ നഴ്സറിയിൽ കായ്ച്ചതാണിത്, റെഡ് ഐവറി. ഇതൊരു ഡ്രമ്മിലാണ് കായ്ച്ചിരിക്കുന്നത്. ഇത് ഒരു ചെറിയ സാധാരണ ഒരു മീഡിയം തൈയാണ് നമ്മളിത് വെച്ചത്. അപ്പോൾ ഇത് ഇപ്പോൾ കായ്ച്ചപ്പോൾ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കിലോയിൽ കൂടുതൽ കാണും. ഇത് മൂത്തിട്ടില്ല. ഇതിപ്പോൾ ഒരു പകുതി മൂപ്പായതേ ഉള്ളൂ. ഇനി എങ്ങനെയായാലും ഒരു 10-20 ദിവസം കൂടെ ആവണം ഇത് മൂക്കണമെന്നുണ്ടെങ്കിലേ. ഒരു 1.5 കിലോ ആണ് ഈ മാങ്ങ. നമ്മളിത് പഴുക്കുമ്പോൾ എന്തായാലും നമ്മളൊരു റിവ്യൂ ഇടുന്നതായിരിക്കും. നല്ല ഭംഗിയുണ്ട്. എത്ര സ്ഥലമില്ലാത്തവർക്കും ഒരെണ്ണം ട്രൈ ചെയ്യാം. കാരണം ഒരു കവറിലോ ഒരു ഡ്രമ്മിലോ എവിടെയെങ്കിലും ഒരെണ്ണം വെച്ചാൽ അത് കായ്ക്കും. പിന്നെ അതേപോലെ തന്നെ എല്ലാ വെറൈറ്റിയിൽ ഞങ്ങൾ മാങ്കോയുടെ തന്നെ സ്പെഷ്യലാണ് നഴ്സറി വരുന്നത്. എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റും ഉണ്ട്, പക്ഷേ എന്നാലും മാങ്കോയാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത്. നമ്മൾ ഫെസ്റ്റിന് വയ്ക്കുന്ന ഏകദേശം 100, കഴിഞ്ഞ പ്രാവശ്യം 102 വെറൈറ്റി നമ്മൾ വെച്ചിരുന്നു. അതിൽ ഓൾമോസ്റ്റ് നമുക്ക് അവൈലബിളായിട്ട് എല്ലാ തൈകളും നമ്മൾ നഴ്സറിയിലുണ്ട് നമ്മളുടേത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ ഒരു ഡ്രം വെച്ച് ഈ മാവിൻ്റെ വലിപ്പം നോക്കിയേ. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം എടുത്ത് വെച്ചതാണ്, ഒരു മീഡിയം തൈ വെച്ചതാണ്. അപ്പോഴത്തേക്കിനും ഇപ്പോൾ നമുക്ക് ഈ വർഷം ആയപ്പോഴത്തേനും മാങ്ങയായി. നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും വേറെ ചെയ്യുന്നില്ല. ഇവിടെ നല്ല വെയിലുള്ളൊരു സ്ഥലമാണ്, അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയും ഇതായത്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ടെറസിലായാലും നമുക്ക് വെച്ചിട്ട് നമുക്കിത് എല്ലാവർക്കും കായ്പ്പിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ഇതിനകത്ത് സ്പെഷ്യലായിട്ടൊന്നും ചെയ്തിട്ടില്ല. നല്ല വെയിൽ കിട്ടുന്നൊരു സ്ഥലം, അത്രയേ ഉള്ളൂ. ഒരു ഒരു ഡ്രം. അപ്പോൾ നമുക്ക് കവറിലായാലും അല്ലെങ്കിൽ നമുക്ക് സ്ഥലമുള്ളവർക്ക് താഴെ വെക്കാം. അപ്പം ഞങ്ങളുടെ പാലക്കാടത്തെ മാങ്കോ ഫാമിൽ നിന്ന് തറയിൽ പിടിച്ച് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നഴ്സറിയിൽ നമ്മൾ ഈ ഡ്രമ്മിലാണ്. ഇതാണ് ചക്കരക്കുട്ടി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാങ്കോ ഫെസ്റ്റിന് ഏറ്റവും കൂടുതൽ ചക്കരക്കുട്ടി മാവൻ തൈകളായിരുന്നു എല്ലാവർക്കും. അതുപോലെ തന്നെ ഇത് കായ്ച്ച മാവൻ തൈകളാണ് ഒരുപാടുള്ളത് നമ്മുടെ അടുത്ത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കഴിഞ്ഞ വർഷം കൊണ്ടുപോയവർക്കൊക്കെ കായ്ച്ച് കാണും. അതുപോലെ ഇപ്രാവശ്യം ഇതുപോലെ നമുക്ക് ഇഷ്ടംപോലെ ചക്കരക്കുട്ടി കായ്ച്ചതുണ്ട്. ഇത് ചെറിയ മാവായിരിക്കും, നമുക്ക് കൊലയായിട്ട് മുറ്റത്തൊക്കെ വെക്കാൻ നല്ലതാണ്. ഡ്രമ്മിലും വെക്കാം, പിന്നെ തറയിൽ വെക്കാം, എവിടെ വേണേലും വെക്കാം. ഇത് നമ്മുടെ മഹാചനക്കെന്ന് പറയും, ബനാന മാങ്കോ എന്ന് പറയും. ഇത്
നമ്മൾ കഴിഞ്ഞ വർഷവും ഈ മാവ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും കഴിക്കും, നേരത്തെ കഴിക്കുകയും ചെയ്തത്. ഇത് നല്ലൊരു മാങ്ങയാണ്. നമ്മൾ 5 ടോപ്പ് ക്വാളിറ്റി മാങ്ങയിൽ ഉൾപ്പെടുന്ന ഒരു മാങ്ങ തന്നെ ഇത്. നല്ല മാങ്ങയാണ്, നാരില്ല, നല്ലതാണ്. പഴുത്താലും നല്ല മധുരവും നല്ല ഫ്ലേവറും ഒക്കെ ഉള്ള നല്ല മാങ്ങയാണ്. ഇതും ഡ്രമ്മിലെ, ഇത് വലിയ ഡ്രമ്മാണ് കുറച്ചുകൂടെ. ഇല്ല, ഇത് ഫുൾ ഡ്രം വേറെ ഉണ്ട്, ഇത് ഹാഫ് ഡ്രം തന്നെയാണ്. ഇതെല്ലാം കോട്ടൂർക്കോണമാണ് കേട്ടോ. കോട്ടൂർക്കോണം നമ്മൾ നഴ്സറിയിലുള്ള തൈകളാണ് ഇതെല്ലാം. മാങ്ങ പിടിച്ച തൈകളാണല്ലോ. എല്ലാ തൈകൾക്കകത്തും മാങ്ങയുണ്ട്. ഇതും അവിടെ അടിയിലെല്ലാം ഈ കവറിട്ടിരിക്കുന്ന ഈ ഭയങ്കര ശല്യമുണ്ട് അണ്ണാനൊക്കെ, അതുകൊണ്ടാണ്. ഉണ്ടോ, എല്ലാ തൈകൾക്കകത്തും മാങ്ങയുണ്ട്. നമ്മുടെ ജംബോ റെഡ്, ഇതൊരു ഭയങ്കര ഹൈലൈറ്റ് മാങ്ങയാണ്. ഭയങ്കര നല്ലതാണ്. അതായത് പഴുത്താലും നല്ല നാരൊന്നുമില്ല, ഭയങ്കര വെയിറ്റാണ്. ഇതിപ്പോൾ ഒരു 2 കിലോ ആവും. നല്ല കളറാണ്. ഇത് വിളയുമ്പോഴേ നല്ല കളറാണ്. കഴിഞ്ഞ വർഷം ഫെസ്റ്റിനെല്ലാം നമ്മൾ ഇവിടെ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നിന്ന് തന്നെയാണ്, പാലക്കാടും ഉണ്ട്, നമുക്ക് ഇവിടെയുണ്ട്. ഇതൊക്കെ ഫെസ്റ്റിന് വിളയും വരുമ്പോഴത്തേന് ഇത് നിറച്ച് പിടിക്കും. ഇത് നമ്മൾ ഡ്രമ്മിൽ നിൽക്കുന്ന ഒരെണ്ണമാണ്. നമ്മളിത് ഫെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ തന്നെ എല്ലാം പറിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഭയങ്കര നല്ല ഭാഗ്യം. ഒരു തൈ വെച്ചാൽ ഒരു നഷ്ടമില്ലാത്ത ഒരു ഇതാണ് ഇത്. ഏകദേശം 2 കിലോ വരും. കഴിഞ്ഞ പ്രാവശ്യം കവറിൽ നിന്ന് എടുത്ത് നമ്മൾ വെച്ചതാണ് ബ്ലാക്ക് ആൻഡ് റോസ്. അത് നല്ലതാണ്, നല്ല മാങ്ങയാണ്, നിറയെ പിടിക്കും. ഇത് നമ്മുടെ ഒരു കുറ്റിയാട്ടൂർ മാവാണ്. ഇത് ഒരു ഡ്രമ്മിനകത്താണ് ഇരിക്കുന്നത്. ഇതാണ്ടോ, ഇത് മാങ്ങ പഴുത്ത് തുടങ്ങിയതാണ്. ഇപ്പോഴും ഒരെണ്ണം കിട്ടി. ഇത് പഴുത്തതാണ്. ഇനിയിപ്പോൾ ആ കൊല മൊത്തം പഴുത്തതാണ്. ഇതാണ് ആപ്പിൾ റുമാനിയ. കണ്ടോ, ആപ്പിൾ പോലെ തന്നെ ഇരിക്കുന്നതാ. കണ്ടോ, ആപ്പിൾ റുമാനിയ. 2 വർഷം മുമ്പ് നമ്മൾ പാലക്കാട് മാവ് ഒരു 10-45 മാവ് നമ്മൾ വലിയ മാവുകൾ മുറിച്ചിട്ട് അവിടെ ആൾട്രാ ഹൈ ഡെൻസിറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പ്രസൻറ്റേഷന് വെക്കുന്ന മാങ്ങ എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ട് അവർക്കതൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രസൻറ്റേഷന് വെക്കുന്ന എല്ലാ മാങ്ങകളും, അതായത് ഈ മഹാചനക്ക് തൊട്ട് എല്ലാം, നാംടോക്കുമായി ചക്കരക്കുട്ടി വരെ എല്ലാ മാവും ആൾട്രാ ഹൈ ഡെൻസിറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം 800 മാവോളം നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ഈ വർഷം അതിനകത്ത് ചിലതിനകത്തൊക്കെ മാങ്ങയുമായിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നത് നമ്മൾ അടുത്ത ഫെസ്റ്റ് ആകുമ്പോഴത്തേനും അതിനകത്തു നിന്നുള്ള മാങ്ങകൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് രാംഡോക്കുമായും മഹാചനക്ക്, ബനാന, അതെല്ലാം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ കുറ്റിയാട്ടൂർ മാങ്ങ എല്ലാം ഇപ്പോൾ ഇവിടെ കായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിയുന്നത് ഈ പെർമിസിസിൽ തന്നെ നമ്മൾ കായ്പ്പിക്കുന്നുണ്ട്. അതായത് കായ്പ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രമ്മുകളിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ആൾക്കാർക്ക് അത് കായ്ച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. അതേപോലുള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഇവിടെ ഇരിക്കുന്ന തൈകൾ തന്നെയാണ് നമ്മളെടുത്ത് നട്ടത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ കായ്ച്ച് നിൽക്കുന്നത്. ഈ 5-6ാമത്തെ വർഷം ഇപ്പോൾ വരുന്നത്. ഈ 6 വർഷത്തിനകത്ത് നമുക്ക് മനസ്സിലാവും ഈ വലിയ ഡ്രമ്മിലൊക്കെ അത്രയുള്ള മാവുകളാണ് നിൽക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ ആൾക്കാർക്ക് അത് കായ്ച്ച് നിൽക്കുന്നത് കാണട്ടെ എന്ന് കരുതി തന്നെ നമ്മൾ വെച്ചതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ മാങ്കോ നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ എല്ലാ വെറൈറ്റിയും തൈകൾ ഇവിടെയുണ്ട്. അപ്പോൾ അത് നമ്മൾ എത്ര സ്ഥലമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ചാൽ കായ്ക്കും. ഇവിടെ കായ്ച്ച തൈകളാണ് കൂടുതലും ആവശ്യക്കാർ ആവശ്യപ്പെടുന്നത്. പിന്നെ കഴിഞ്ഞ വർഷവും ഒരു ചെറിയൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നു, ഈ ഫോണ് എടുക്കാൻ പറ്റും. അത് സ്വാഭാവികമായിട്ടുമാണ്. നമുക്ക് ഒരുപാട് കോള് വരുമ്പോൾ നമുക്ക് എല്ലാ കോളും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു കോള് നമ്മളെടുത്ത് അവർ ചോദിക്കുന്നതിന് നമുക്ക് ആൻസർ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അടുത്ത ആളിൻ്റെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്കൊരു 7-8 കോള് വരും. അപ്പോൾ അന്നേരം പിന്നെ നമ്മൾ അവരെ തിരിച്ച് വിളിക്കുമ്പോഴത്തേനും അടുത്ത, അപ്പോൾ ആ ദിവസങ്ങളിൽ അങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ മതി, നമ്മൾ 2 നമ്പർ ഇതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാ നമ്പരും വാട്സപ്പ് ഉള്ളതാണ്. അപ്പോൾ ദയവ് ചെയ്ത് വാട്സപ്പിനകത്തോട്ടൊരു മെസ്സേജ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായാലും വിത്തിൻ 1 വീക്കിനകത്ത് എന്തായാലും ആൻസർ ചെയ്തിരിക്കും. അത് ഒരിക്കലും ഒരു തർക്കമില്ല, ഞാൻ ചെയ്തിരിക്കും. അത് എല്ലാ വർഷവും ഒരു പ്രത്യേകതയുണ്ട്. ഫാം സ്റ്റോറിയുടെ ഒരു പ്രത്യേകതയായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാ വർഷവും ഇവിടെ മാംഗോ ഫെസ്റ്റ് നടക്കാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഫാം സ്റ്റോറിയുടെ ഒരു പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും ഫാം സ്റ്റോറിയുടെ പ്രത്യേകതയാണ്. നമ്മൾ അതായത് മൂവാണ്ടം മുതൽ എല്ലാ മാങ്ങയും എല്ലാവർക്കും കാണത്തക്ക രീതിയിലും, പിന്നെ കുഞ്ഞുങ്ങൾ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ കേരളത്തിലുടനീളമുള്ള നല്ല കർഷകരെ ആദരിക്കുന്നുണ്ട്. കുട്ടി കർഷകരെ നമ്മൾ സ്കൂളുകളിൽ നിന്ന്, ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു 4-5 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെ അവർ തന്നെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ പഞ്ചായത്ത് തലത്തിൽ നിന്ന് അവർക്കെല്ലാം അവാർഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ മേഖലയിലുള്ളവർക്കും നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെ അവാർഡുകളും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ബെസ്റ്റ് അവാർഡ്, ബെസ്റ്റ് കസ്റ്റമർ,
പിന്നെ ബെസ്റ്റ് സ്റ്റാഫ് അങ്ങനെ അവാർഡ് നമ്മളിപ്പോൾ ഇത്രയും വർഷം ഈ 6ാമത്തെ വർഷവും നമ്മളത് പിന്തുടരുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കുട്ടികൾക്ക് കൊടുക്കുന്നതിനകത്താണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് ഇവിടെ തന്നെ ഇന്നലെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ നഴ്സറിയിൽ ഇവിടെ കാണാറില്ല. ഇന്നലെ വന്നപ്പോൾ ഒരു കുട്ടി വന്നു. അപ്പോൾ അന്നേരം പറഞ്ഞ് ആൻറ്റി വാങ്ങിച്ചുകൊണ്ട് പോയി അതിനകത്ത് കാ പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുപോയിട്ടൊരു തൈ അത് കായ്ച്ചു എന്ന് പറയുമ്പോഴൊരു സന്തോഷം നമുക്ക് വരുന്നത്. വേറൊരു കസ്റ്റമർ എനിക്കിവിടെ ഉണ്ട്. പുള്ളി ഒരു ഓട്ടോ ഡ്രൈവർ. ആ പുള്ളിക്കാരനെ കുഞ്ഞിൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഇവിടെ വന്നിട്ട് തൈ മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ അന്നേരം അത് അതേപോലെ ചെയ്യുന്നത്. ചിലപ്പോൾ ഞാനത് ഫ്രീ ആയിട്ട് കൊടുക്കും ആ കൊച്ചിന്. അപ്പം പുള്ളി പറയുന്നത് കുഞ്ഞിന് ഇച്ചിരി വയ്യാത്ത, അതുകൊണ്ട് ഫ്രൂട്ട്സ് പുറത്തുനിന്ന് വാങ്ങിക്കില്ല. അപ്പോൾ അന്നേരം ആ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ വന്നല്ലോ എന്നുള്ളത് നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ അങ്ങനെയുള്ള എന്ത് കാര്യം ചെയ്യാനും നമ്മൾ റെഡിയാണ്. ഇത് മാവെന്ന് പറയുന്നത് വർഷമാണ്. അതായത് ഇവിടെ ബഡ്ഡിങ് പ്ലാന്റാണ് കൂടുതലായിട്ടുള്ളത്. അത് മൂവാണ്ടൻ സീഡ്ലിങ്ങും ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും മൂവാണ്ടൻ ഒഴിച്ച് ബാക്കി ഒന്നും സീഡ്ലിങ് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ ബഡ് ചെയ്ത തൈ തന്നെ വെക്കുന്നതാണ് നല്ലത്. ബഡോ ഗ്രാഫ്റ്റോ ചെയ്ത് തന്നെ. പിന്നെ തൈകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 350 രൂപ അല്ലെങ്കിൽ 250 രൂപ അങ്ങനെയുള്ള തൈകൾ തൊട്ട് നമുക്ക് ഡ്രമ്മിൽ കായ്ച്ചത് അല്ലെന്നുണ്ടെങ്കിൽ വലിയ കവറിൽ ഡ്രമ്മിൽ കായ്ച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇതാകാണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും പറയും എനിക്ക് അത് വേണം അത് വേണം. അപ്പോൾ നമ്മളൊരു 750 രൂപയുടെ ഒരു തൈ ഈ ഡ്രമ്മിൽ വെക്കാൻ പറ്റിയ തൈകൾ അതാണ് കറക്റ്റ്. നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത് നമ്മളിപ്പോൾ റെഡ് ഐവറിയൊക്കെ അതുകൊണ്ട് തൈ എടുത്ത് വെച്ചതാണത്. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ടിരിക്കുന്ന ഒരു തൈ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ വർഷം തൊട്ട് പൂ വരും. വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പൂ വന്നാൽ എല്ലാം വെട്ടിക്കളയണമെന്നൊന്നുമില്ല. അതിനകത്ത് പിടിച്ചോട്ടെ, ഒരു മാങ്ങ 2 മാങ്ങ അതിനകത്ത് നിർത്തിയേക്കുക. അടുത്ത വർഷം ആകുമ്പോഴത്തേനും 3ാമത്തെ വർഷം ആകുമ്പോഴത്തേനും അത് നിറയെ കായ്ക്കും. പിന്നെ നമ്മൾ സമയത്തിന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരെങ്കിലും എന്നെ വിളിച്ചാണ് പ്രൂൺ ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയും ഒരു ഫോട്ടോ ഇട് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്, ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് അത് ഞാൻ മാർക്ക് ചെയ്ത് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അത് നല്ല കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് വളങ്ങളും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് 2 വർഷം 3 വർഷം ആകുമ്പോഴത്തേന് നിറയെ കാ പിടിക്കും നമുക്ക്. അപ്പോൾ വളപ്രയോഗവും നമുക്ക് ഈസിയാണ്. പിന്നെ നമുക്ക് സ്ഥലമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ താഴെ വെച്ചാലും മതി. അപ്പോൾ ഈ മാവിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു വളപ്രയോഗം അങ്ങനെയൊന്നും വേണ്ട. നമ്മളതുപോലെ മാംഗോ ഫെസ്റ്റ് എല്ലാ വർഷവും നടത്തുന്നത് ഇവിടെ കൊല്ലം നമ്മുടെ ഫാം സ്റ്റോറി കൊല്ലത്ത് വെച്ചിട്ടാണ് നടത്തുന്നത്. ഈ പെർമിസസ് വെച്ചിട്ടാണ് മാംഗോ ഫെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ മാംഗോ ഫെസ്റ്റിന് നമ്മളെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ തോട്ടത്തിൽ കായ്ച്ച മാങ്ങകളാണ് ഇവിടെ നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അത് പെസ്റ്റിസൈഡ് ഫ്രീ ആണ് മാംഗോ. പിന്നെ അതുപോലെ നമ്മളിപ്പം പാഴ്സലിംഗ് ഒരു 10 ദിവസത്തിനകത്ത് നമ്മൾ പാഴ്സലിംഗ് സർവീസ് തുടങ്ങും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വിഷുവോടനുബന്ധിച്ചാണ് നമ്മൾ മാംഗോ ഫെസ്റ്റ് നടത്തുന്നത്. നമ്മുടെ തോട്ടത്തിലെ ഓൾമോസ്റ്റ് എല്ലാ മാവിൻ്റെയും തൈകൾ തന്നെയാണ് നമ്മളിവിടെ സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവിടെ വന്ന് നമുക്ക് മാവന്തോട്ടം കാണാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഈ മാംഗോ ഫെസ്റ്റ് സമയത്ത് നമുക്ക് അവിടെ കാരണം നമ്മളും എല്ലാവരും ഇവിടെ ആയിരിക്കും മാംഗോ ഫെസ്റ്റിന്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ മാംഗോ സീസണിൽ വന്ന് അവിടെ വരേണ്ടുന്നവർക്ക് വരാം, പാലക്കാട് തോട്ടത്തിൽ വരാം. അപ്പോൾ കാണാൻ പറ്റും എല്ലാ വെറൈറ്റിയിലുള്ള മാവുകളും. അവിടെയും നഴ്സറിയുമുണ്ട്. അപ്പോൾ എല്ലാ മാവുകളും ഓൾമോസ്റ്റ് അവിടെ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ബഡ് ചെയ്ത് തൈകൾ ഇവിടെ കൊണ്ടുവരുന്നത്. അതേപോലെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇപ്പം മാവിൻ്റെ തൈയും മാങ്ങ പിടിച്ചു കിടക്കുന്ന തൈകളും ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് ദൂരം കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ വന്നു വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള എന്തൊരു സംവിധാനം ഈ ഫാം സ്റ്റോർ ഒരുക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ പെറ്റ്സിനെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ, അതായത് പെറ്റ് സർവീസിൽ നമ്മൾ അയക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. ഇവിടുന്ന് കാസർഗോഡ് വരെയൊക്കെ അയക്കുന്നുണ്ട്. പിന്നീട് നമ്മളൊരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന് കുറേ ആൾക്കാർ വിളിക്കുമല്ലോ, ഓരോ ജില്ലകളിൽ നിന്ന്. അപ്പോൾ അതിന് ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ വിളിച്ച സമയത്ത് നമ്മളെല്ലാം കളക്ട് ചെയ്ത് എഴുതി വെച്ചിട്ട്, അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം ഇവിടുന്ന് നമ്മൾ ഒരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. കാരണം അവർ എല്ലാവരോടും ഷെയർ ചെയ്താൽ മതി. അത് അങ്ങനെ ഞങ്ങൾ 2-3 പ്രാവശ്യം ട്രിവാൻഡ്രത്തോട്ട് കൊടുത്തുവിട്ട്, കോട്ടയത്തോട്ട് കൊടുത്തുവിട്ട്, പിന്നെ തിരുവല്ലയ്ക്ക് ഇവിടെ അടുത്ത സ്ഥലമാണ്, നമ്മൾ കൊടുത്തുവിടുന്നുണ്ട്. കോട്ടയത്തോട്ടുള്ളവരെ ഒന്നിച്ച് നമ്മൾ കളക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുത്തു വിടുന്നുണ്ട്. അങ്ങനെയുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാം നമ്മൾ. ഈ റിവ്യൂ എടുക്കുന്നത് നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മൾ പറിച്ച മാങ്ങകൾ തന്നെയാണ്. എല്ലാം ഈ കവറുകളിലും ചട്ടിയിലും ഒക്കെ കായ്ച്ച മാങ്ങകൾ തന്നെയാണ്. ആദ്യം നമുക്കൊരു ചക്കരക്കുട്ടി തന്നെ എടുക്കാം. ഈ ചക്കരക്കുട്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ഇതാണ്. പക്ഷേ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാൻ പറ്റിയില്ല. കാരണം ചക്കരക്കുട്ടി വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് ടേസ്റ്റ് ചെയ്തു. പഴുത്ത് വരുന്നതേ ഉള്ളൂ. ചെറിയൊരു മധുരം. അത് ശരിക്കും പഴുത്തിട്ടില്ല. ഒരു ഫ്ലേവർ ഇല്ലേ നല്ലേ.
പിന്നെ നമ്മുടെ കുളമ്പ്, നമ്മുടെ കുളമ്പ് കൊല്ലത്തിൻ്റെ കുളമ്പാണ്. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള മാങ്ങ ഇതാണ്. കുട്ടികൾ ഉണ്ടോ, നല്ല കളറായിരിക്കും. കുളമ്പിനൊരു പ്രത്യേകതയുണ്ട്, ഒരു ഫ്ലേവറാണ് കുളമ്പിൻ്റെ. ഇത് നല്ലൊരു ഫ്ലേവറാണ്. അത് നല്ല കളറുണ്ട്, നല്ല കളറുണ്ട്. ശരിക്കും മാംഗോ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെയാണ് അതിൻ്റെ ഫ്ലേവർ അറിയാനായിട്ട്. നല്ല മധുരം, നല്ല കവറിട്ട് അവിടെ നമ്മൾ അരച്ചപ്പം വീണതാണ്. ഇത് നല്ല ഫ്ലഷ് ആയിരിക്കും, നല്ല ജ്യൂസി ആട്ടോ. ഇപ്പം നമുക്ക് മാംഗോ സീസൺ തുടങ്ങുന്നതുകൊണ്ട് പുഴുവോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഒരു മാങ്ങ പോലും പുഴുവോ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം നല്ല മധുരമായിരിക്കും, നല്ല തിക്കായിട്ടുള്ള ഫ്ലഷ്, നല്ല ഫ്ലഷാണ്. അതാ മാങ്ങ എപ്പോഴും ഒരേ ഫ്ലേവർ ആയിരിക്കും. ഇനി നമ്മളുടെ സൂപ്പർ ക്യൂൻ നമുക്ക് ട്രൈ ചെയ്യാം. ഇത് ചിലപ്പോൾ 1 കിലോ ഉണ്ട് മാങ്ങ, നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. സൂപ്പർ ക്യൂന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാരൊന്നുമില്ല, നല്ല മാങ്ങയാണ്. നല്ല ഫ്ലഷാണ്, തിക്കായിട്ടുള്ള ഫ്ലഷ്, നല്ല ഫ്ലേവറുമാണ്. നല്ല മധുരം. ട്രൈ ചെയ്യാൻ ഒരുപാട് മാങ്ങ ഇരിപ്പുണ്ട്, പക്ഷെ നമുക്ക് എല്ലാം ട്രൈ ചെയ്യുന്നില്ല. നമ്മൾ ഇനി ഇരിപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ അൽഫോൺസ പഴുത്തിട്ടില്ല. അൽഫോൺസ പഴുത്തില്ലെങ്കിൽ ഇത്തിരി പുളിക്കും, അപ്പോൾ അത് പഴുത്തിട്ടില്ല. ഫാം സ്റ്റോറിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതൊക്കെ തന്നെയാണ്. നമുക്കിവിടെ വന്നാൽ മാങ്ങയിൽ നിന്ന് പറിച്ച് നമുക്ക് ടേസ്റ്റ് നോക്കി ആ മാങ്ങ വാങ്ങിക്കാൻ പറ്റും. അതേപോലെ തന്നെ മാങ്ങോ പെഷിന് വന്നു കഴിഞ്ഞാൽ 100-ൽ പരം വെറൈറ്റി മാങ്ങകൾ നമുക്ക് രുചിച്ച് നോക്കാനുള്ള അവസരം ഈ പ്രാവശ്യം ഇവിടെ ഒരുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തുടർന്നുള്ള വീഡിയോകളിൽ ഇവിടുത്തെ മാംഗോ പെഷിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.